നമസ്കാരം, വെൽക്കം ബാക്ക് ടു കൊറിയൻ ഡയറീസ്. കൊജെ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. 2 വീഡിയോ മുന്നേ നമ്മൾ ബുസാനിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ചെയ്തത്. അതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് നമ്മൾ കൊജെ എന്നുള്ള ഈ ഐലൻഡിലേക്ക് പോയത്. ബുസാൻ്റെ അടുത്താണ്. അവിടെ സ്റ്റേ ചെയ്ത റൂമാണ് കേട്ടോ ഇത്. രാത്രിയായിരുന്നു കൊജയിലെത്തിയത്. പിറ്റേന്ന് ഒരു 10 മണിക്ക് നമ്മൾ യാത്ര പുറപ്പെട്ടാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ നിറയെ പാടങ്ങൾ, നല്ല ഭംഗിയുള്ള പാടങ്ങളായിരുന്നു. പിന്നെ വലിയ ഹെയർപിൻ വളവുകൾ ഉണ്ടായിരുന്നു. മലയാണ് ചുറ്റും. കൊജെ നല്ല ആൾപ്പാർപ്പുള്ള സാധാരണ പോലെ ആളുകൾ താമസിക്കുന്ന ഒരു ദ്വീപാണ്. പക്ഷെ നമ്മൾ ഇതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിസിറ്റേഴ്സിന് പോകാൻ മാത്രമുള്ള കുഞ്ഞു കുഞ്ഞു ദ്വീപുകളുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പാർക്ക് ചെയ്തു. ഇവിടെ റെസ്റ്റ് റൂം ഉണ്ട്. അവിടെ ഒന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒരു വിൻമില്ലുണ്ട്. നമ്മൾ ആദ്യം അത് കണ്ടിട്ട് നമ്മൾ ഫെറിയിൽ ആ ദ്വീപിലേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വിൻമില്ല് ഇത് ഈ കുന്നിൻ്റെ മുകളിലാണ്. 2:30ക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. അതുവരെ ഈ വിൻമില്ലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ട് ഫുഡും കഴിച്ചിട്ട് റെസ്റ്റോറൻറ്റ് ഫുഡും കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്നാണ് കരുതിയിരിക്കുന്നത്. അതൊരു കടൽപ്പാലമാണ് കേട്ടോ. അത് വെറുതെ നടക്കാനുള്ള. നല്ല ചൂടാണ്, അതാണ് ആകെ ഒരു പ്രശ്നമുള്ളത്. നല്ല സീനറിയൊക്കെയാണ്, പക്ഷെ ഭയങ്കര വെയിലുണ്ട്. 12 മണി നേരമാണ്. അതേ നമ്മുടെ വിൻമില്ലാണ് കാണുന്നത്. ഞാനിത് ഈ ഫെയറി ടൈലിലൊക്കെ പണ്ട് ഫെയറി ടൈൽ സ്റ്റോറീസ് വായിക്കുമ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് കണ്ടിട്ടുള്ളതാണ് ഈ വിൻമില്ലൊക്കെ. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. ഫിഷ് സൂപ്പും റൈസുമാണ് ഓർഡർ ചെയ്തത്. നല്ല എരിവുള്ള സൂപ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. മീനിന് പക്ഷെ അതേ പാടെ തന്നെ മുറിച്ചിട്ടേക്കാണ്. പത്തൂന് അവർ ഫ്രീ ആയിട്ട് തന്നെ ഒരു എഗ്ഗും ഡ്രൈഡ് സീവീഡും കൊണ്ട് കൊടുത്തു. അത് അവൾക്കൊരു നല്ല ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഇവിടുത്തെ സൈഡ് ഡിഷുകളാണ് ഇങ്ങനെ ഉണക്കമീൻ തരും. പക്ഷേ ഇതിലൊക്കെ മധുരമായിരിക്കട്ടെ ഇവരുടെ ഉണക്കമീനിനൊക്കെ. ഇതൊക്കെ സൈഡ് ഡിഷുകളാണ്. ഈ മീനൊക്കെ ഉണ്ടോ, അതിൻ്റെ ചിറകൊന്നും തന്നെ കളഞ്ഞിട്ടില്ല. നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ടാവും അവർ ഉൾഭാഗമൊക്കെ. പക്ഷേ ചിറകൊന്നും വെട്ടിക്കളയില്ല കേട്ടോ അവർ. ഇതിങ്ങനെ കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയത് നമ്മുടെ വിൻമില്ലിൻ്റെ ദൂരം എന്നുള്ള കാഴ്ചയാണ്. നമ്മൾ ഫെറിയിലേക്ക് കയറാനായിട്ടാണ് ഇനി പോകുന്നത്. 2:30ക്ക് ഇപ്പോൾ സമയമായി. അപ്പോൾ ഈ സൈഡിൽ ഇതിങ്ങനെ കുറേ ഇതില്ലേ പട്ടുനൂൽപ്പുഴുവാണ് കേട്ടോ അത് വിൽക്കാൻ വെച്ചേക്കുന്നത്. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ കക്കകളൊക്കെ പലതരം സൂപ്പിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിൻ്റെ സ്മെല്ല് എടുക്കുമ്പോൾ തന്നെ ഒട്ടും താല്പര്യമില്ല കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഫെറി വന്നേക്കുന്നത്. ടിക്കറ്റ് എടുത്ത ഒരു ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ തിരക്കൊന്നുമില്ല. ഫെറിയിൽ കയറാനായിട്ടുള്ള ടിക്കറ്റ് 49,000 വേണം. ദ്വീപിൽ കയറാൻ 27,000 വേണമാണ്. ഒത്തിരി തിരക്കൊന്നുമില്ല, കൊറോണ കാരണം തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഫെറി തീരത്തുനിന്ന് വിട്ടു. അവർ പറയുമ്പോഴാണ് നമുക്ക് മുകളിലത്തെ ഡെക്കിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയുള്ള കാഴ്ചയാണല്ലേ. അപ്പോൾ നമ്മളോട് മുകളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. കുറേ കടൽക്കാക്കകൾ പറഞ്ഞു തരുന്നുണ്ട്. അവയ്ക്ക് ഫുഡ് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അത് കുർക്കുറയില്ലേ നമ്മുടെ, അതുപോലത്തെ ഒരു സാധനം കൊടുക്കണേ. നമുക്കും വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ എനിക്ക് പേടിയാണ്, ഞാൻ കൊടുത്തില്ല. പാത്തിന് കൊടുക്കണ, കടൽക്കാക്കയ്ക്ക് ഫുഡ് കൊടുക്കണ. കടൽക്കാക്കകൾ നമ്മുടെ ഇതിനൊപ്പം അതേ സ്പീഡിലാണ് പറന്നു വരുന്നത്. ഫെറിനേക്കാൾ സ്പീഡിൽ ചിലത് പറക്കുന്നുണ്ട്. ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെയുള്ള ലൊക്കേഷനാണിത്.
നല്ല അടിപൊളി വ്യൂ ആണ്, സൂപ്പർ വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഞാൻ കാണുന്ന അതേപോലെയുള്ള കാഴ്ച എൻ്റെ ക്യാമറയിൽ അത്രയും ക്ലാരിറ്റിയിൽ കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമമുള്ളൂ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ. നല്ല വ്യൂ ആണ്. കാറ്റിൻ്റെ നല്ല ശബ്ദം ഉണ്ടാവും. ബോട്ടിലിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സേഫ്റ്റി മെഷേഴ്സിനെ പറ്റിയിട്ട്, അതുപോലെ ഈ കാണുന്ന ദ്വീപുകളെ കുറിച്ചിട്ടുമാണ്. ചെറിയ ബോട്ടുകളിൽ ഒരുപാട് പേര് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ ബോട്ടുകളാകുമ്പോൾ അതിൻ്റെ ഇടുക്കിലൊക്കെ പോയി വരും കേട്ടോ. അത് കുറച്ചും കൂടി രസമാണ്. പോസ് ചെയ്യണോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് സ്പീഡ് ബോട്ടുകളിൽ ഇതുപോലെ വന്നു. നല്ല രസമുണ്ട്. ശരിക്കൊരു റൈസിങ് പോലെയാണ്. രണ്ട് കപ്പിൾ ഇതേ അടിപൊളിയായിട്ട് ഇങ്ങനെ ഓടിച്ചു വരുന്ന കണ്ടപ്പോൾ നെയ്യൊക്കെ വയ്ക്കുന്ന എടുത്താലോ. നമുക്കിത് ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ വരുന്നത്. കുറച്ചൊരു കാറ്റിൻ്റെ ഇതുള്ള കാരണം താഴേക്ക് പോകാനായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ദ്വീപ്. ഓଏഡോ ബൊട്ടാനിയ എന്നാണ് പേര്. ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ദ്വീപാണ് കേട്ടോ അത്. അയാൾ മേടിച്ച് അയാൾ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഗാർഡനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ദ്വീപുകളാണ്. വേറെ ചെറിയ ചെറിയ ഒരുപാട് ദ്വീപുകളുണ്ട്, ചുമ്മാ കാട് മാത്രമുള്ളത്. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ പോവാം. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഫെറി സർവീസ് ഒത്തിരി ഉണ്ട് കേട്ടോ. പത്തു നോക്കിയിട്ട് കേട്ടോ. എനിക്ക് കൊറിയൻ അറിയുമെന്നാണ് അയാൾ ചോദിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ഹസ്ബൻഡിന് അറിയാമെന്നാണ് അവിടെ പറയുന്നത്. അവർ പരസ്പരം പറയുന്നതാണ്. ഇവിടേക്ക് ഡ്രോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓएഡോ ബൊട്ടാനിയ ഗാർഡൻ. വായോ. ഓएഡോ ബൊട്ടാനിയ ഐലൻഡിൻ്റെ സ്കൈ വ്യൂ ആണത്. നല്ല രസമുള്ളൊരു ഐലൻഡാണ്. അപ്പോൾ നമ്മളത് ഇങ്ങോട്ടാണ് ഇനി കയറാൻ പോകുന്നത്. ഒരു 30 വർഷം പുറകിൽ ഒരാളുടെ പ്രൈവറ്റായിട്ട് മേടിച്ചിട്ടുള്ള ഐലൻഡാണ്. ആ പുള്ളിയുടെ സ്മാരകം ഇവിടെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞപ്പോഴുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൾച്ചറിലുള്ള ഒരു ഗാർഡനിങ്ങും അതുപോലെ തന്നെ കുറേ സ്റ്റാച്യൂസൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ മുകളിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റിനുള്ള ഏരിയകളുണ്ട്. അവിടുന്ന് കഫേയും ഐസ്ക്രീമൊക്കെ അതുപോലെ ചെറിയ സ്നാക്സൊക്കെ കിട്ടും. നമ്മളതൊക്കെ കഴിച്ചാണ് പോയത്. കുറച്ച് നേരത്തേക്ക് പാത്തു കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മൾ ടോപ്പിലെത്തി. ഒരു അരമണിക്കൂറോളമായി നമ്മൾ നടക്കുന്നത്. ഇതിൻ്റെ ടോപ്പിലാണ് ഇങ്ങനെ നല്ല സ്റ്റാച്യൂസൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡൻ ഉള്ളത്. നമ്മുടെ ഒപ്പം വന്നവരൊക്കെ പോയി. നമ്മളിങ്ങനെ പതുക്കെ വ്യൂവും കണ്ട് ആസ്വദിച്ചിങ്ങനെ വരും. ആരും ഇല്ല ഇവിടെ. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രതിമയുടെ വ്യൂ ഒന്ന് നോക്കിയാൽ അതിങ്ങനെ ഇരിക്കും, കടൽ കാഴ്ചകളൊക്കെ. ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടേക്കുള്ള വഴി ചോദിച്ചാണ്. ഇതിലേ നേരെ അങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. ഭൂരിഭാഗവും കാട് പോലത്തെ ഭാഗങ്ങളാണ്. കാട്ടിലൂടെയാണ് ഇങ്ങനെ നടന്നു വന്നത്. പക്ഷെ നല്ല രസമുണ്ട്. പാത്തു കുറച്ച് ടയേർഡായിട്ടുണ്ടാവും പാവം. സ്ട്രോളർ എടുത്തിട്ടില്ല.
ഇത് അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇവിടെ ഇതുപോലെ ടോപ്പിൽ തന്നെ ഇതുപോലെ ഒരു ബിൽഡിംഗ് ഉണ്ട്, കഫേയൊക്കെ ആയിട്ടുള്ളത് തന്നെ. ഇവിടെ നിന്ന് നോക്കിയാൽ ഇതാണ് വ്യൂ പോയിൻ്റ്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ പോയിൻ്റാണ്. നല്ലത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന നീല കടലും ഇങ്ങനെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ദ്വീപുകളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയാട്ടോ. ഇവിടെ ബൈനോക്കുലേഴ്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് കോയിൻ ഇട്ടിട്ട് വേണം നോക്കാനായിട്ട്. കോയിൻ ഇല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി താഴേക്ക് തിരിച്ചിറങ്ങണം. അപ്പോൾ ഈ ദ്വീപിൽ ഈ അടുത്തായിട്ട് ഡൈനോസറിൻ്റെ കാൽപ്പാട് കണ്ടുപിടിച്ചു എന്നാണ് പറയണേ. ഇതിലേ വേണം നമുക്ക് താഴേക്ക് പോകാനായിട്ട്. ഇവിടെ സ്റ്റേ ഒന്നും ഇല്ല കേട്ടോ. ഈ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല. ഇദ്ദേഹമാണ് ഈ ദ്വീപിൽ ഈ ഗാർഡൻ ഇതുപോലെ സെറ്റ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ ദ്വീപ്, ഇദ്ദേഹത്തിൻ്റെ സ്മാരകമാണിത്. ഇപ്പോൾ നമ്മളിവിടുന്ന് വേഗം തിരിച്ചിറങ്ങാണ്. കാരണം 1 മണിക്കൂറാണ് നമുക്ക് തന്ന സമയം. കൃത്യസമയത്തിന് അവിടുന്ന് ഫെറി പോവും. അപ്പോൾ നമുക്കിനി വേഗം തിരിച്ച് താഴേക്ക് എത്തണം. കൃത്യസമയത്ത് തന്നെ ഫെറി പുറപ്പെട്ടു കേട്ടോ. അതേ നമ്മുടെ വിൻമില്ലാണ്, നമ്മൾ തിരിച്ചെത്തി. വിൻമില്ലാണ് അവിടെ കാണുന്നത്. ഇനി ആ കടൽപ്പാലം കാണുന്നില്ല, കൂടെ ഒന്ന് നടന്ന് കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി തിരിച്ച് പോകണമെന്നാണ് പ്ലാൻ ചെയ്യണത് കേട്ടോ. നമ്മൾ പാലത്തുമ്മക്കൂടെ നടക്കുകയാണ്. ഇതാണ് കടൽപ്പാലം. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങിയപ്പോൾ നേരത്തെ ആ കക്ക മേടിച്ച് അവിടുത്തെ ചേച്ചിമാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നുള്ളൂ, തിരിച്ചൊന്നും പോകണില്ലേന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ഒത്തിരി ഇഷ്ടമായി. നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു പ്ലേസാണ്. ഇപ്പോൾ നമ്മൾ ഇതും കൂടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. ഇനി നാളെ നമ്മൾ വീണ്ടും വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടുതൽ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.